ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയം നിറഞ്ഞ പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിൻ്റെ നേരം. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി ഞാൻ റീനു. നീ മഴയാണ്, സൗഹൃദത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ആത്മാവിൽ പെയ്തിറങ്ങുന്ന മഴ, കാറ്റും കോളുമില്ലാത്ത പ്രണയമഴ. എത്ര മനോഹരം എന്നാ ഒന്നാലോചിച്ച എത്ര വിഡ്ഢിത്തം. പ്രണയം ഒരിക്കലും ഒരു ദിവസത്തേക്ക് മാത്രമല്ല, അത് നടന്നുകൊണ്ടേയിരിക്കണം. പ്രണയത്തെ പ്രണയിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. പ്രണയം ഒരു നോവാണ്. പ്രണയത്തിൻ്റെ ഈ നോവേൽക്കാതെ ഒരാണും പെണ്ണും ഈ ഭൂമിയിലൂടെ കടന്നു പോകാൻ കഴിയില്ല. ക്ലബ് FM-ൽ ഇത് പ്രണയം നിറഞ്ഞ ലവ് ബൈറ്റ്സ്. കൂടെ റീനു. പ്രണയം അതിമനോഹരമായിട്ട് പ്രകടിപ്പിക്കുന്നവരുണ്ടായിരിക്കും. ആ പ്രണയത്തെ മനസ്സിനുള്ളിൽ ഒളിച്ചു വെക്കുന്നവരും ഉണ്ടാകും. എനിക്ക് പ്രണയത്തോട് വെറുപ്പാണ് എന്ന് പറയുന്നവരുണ്ടാകും. എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലെങ്കിലും പ്രണയം തോന്നാത്ത, പ്രണയിക്കാത്ത ഒരാൾ പോലും ഈ ഭൂമിയിലൂടെ കടന്നു പോയിട്ടില്ല. എനിക്കുറപ്പാണ്. ഞാൻ പ്രണയിച്ചിട്ടില്ല, എനിക്കാരോടും പ്രണയം തോന്നിയിട്ടുമില്ല എന്നൊക്കെ പറയുന്നത് ഈ കണ്ണടച്ച് ഇരുട്ടാക്കലാണ് കേട്ടോ. പൂച്ച പാല് കുടിക്കുന്ന പോലെ, ചുറ്റുമുള്ള ആരും അറിയത്തില്ല എന്ന് വിചാരിക്കുന്ന പോലെ. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം തരണം കേട്ടോ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നിലാവിന് താമരയോട്, ഭൂമിക്ക് സൂര്യനോട്, കടലിന് കരയോട്, കാറ്റിന് മരച്ചില്ലയോട് ഒരിക്കലും മടുക്കാത്ത പ്രണയം എനിക്ക് നിന്നോടുള്ളതുപോലെ. ക്ലബ് FM-ൽ ഇത് പ്രണയം നിറഞ്ഞ ലവ് ബൈറ്റ്സ്. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. ഈ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വികാരമാണ്. എല്ലാ കാലത്തും മറ്റുള്ളവർക്ക് നമ്മളോടത് ഉണ്ടാവുന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. കിട്ടുമ്പോൾ വാങ്ങിക്കുക, ആവോളം തിരിച്ചു കൊടുക്കുക, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ. ചില പ്രണയ കഥകളിൽ പക്ഷേ നിറയെ സങ്കടമാണ്. രണ്ട് കൂട്ടർക്കും പ്രണയം ഉണ്ടാവും, എന്നാലും അവർക്ക് ഒന്നാകാനായിട്ട് എന്തൊക്കെയോ തടസ്സങ്ങൾ. എന്നാൽ ചില പ്രണയങ്ങളിലോ നമ്മളെ അവർ പറ്റിച്ചു കളയും. നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് പ്രണയമാണെന്ന്. പക്ഷെ പിന്നീടാണ് നമ്മൾ അറിയുന്നത് അത് പ്രണയമൊന്നുമല്ല, അവർക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഉപയോഗിച്ചതാണ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ അത്തരമൊരു പ്രണയ കഥയിലൂടെ ഇന്ന് നമ്മൾ പോകും. കേട്ടുകൊണ്ടിരിക്കൂ, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഐ ലവ് യു സൂരജ് എന്ന് രഞ്ജിനി പറഞ്ഞിട്ടുണ്ട് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ. പിന്നെ ആഷിഖ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പെണ്ണെ, നീ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ നിന്റെ പിന്നാലെ നടക്കും, നീ യെസ് പറയുന്നവരെ. പിന്നെ എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് റഹ്മാനിയ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നീയ ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത്, റീനു, ഞാൻ 2 പേരെ പ്രണയിച്ചിട്ടുണ്ട്, 2 പേരും എന്നെ പറ്റിച്ചിട്ട് പോയി, ഇനി പ്രണയിക്കാൻ എനിക്ക് പേടിയാണ്. സത്യത്തിൽ ഈ പ്രണയം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ടോ, അതോ അത് മനസ്സിൻ്റെ ഒരു തോന്നലാണോ എന്ന്. ഒരാൾ പറ്റിച്ചാൽ തന്നെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. 2 പേര് പറ്റിച്ചാൽ പിന്നെ പറയണ്ട. നമ്മൾ റൈറ്റായിട്ടുള്ള ആളെ കാണാതിരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ. കുറേയൊക്കെ നമ്മൾ സ്റ്റുപ്പിഡാവുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് വരുന്നത്. എടുത്ത് ചാടി അങ്ങ് പ്രണയിക്കും, അയാൾ എന്താണെന്ന് ആലോചിക്കാതെ, അന്വേഷിക്കാതെ. ദേ കാണുന്നയാളുടെ ബാക്ക്ഗ്രൗണ്ട് തപ്പിപ്പോണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അയാളുടെ ആ ഫീലിങ്സ് ട്രൂ ആണോ എന്നറിയാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തണ്ടേ. ഒരു തവണ പറ്റിക്കപ്പെടുന്നതൊക്കെ 2 തവണ അത് പറ്റുമ്പോൾ എന്തോ മണ്ടത്തരം നമ്മുടെ ഭാഗത്തും ഇല്ലേ എന്നൊരു ചിന്ത വരത്തില്ലേ. ഇതുപോലെ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ നമ്പർ 56070 ആണ്. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.